ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ഡേ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ കാണാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യമല്ലാത്തതേത്? താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ അയൽരാജ്യമല്ലാത്തത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നേപ്പാൾ, ജപ്പാൻ, മ്യാൻമാർ, പാകിസ്ഥാൻ എന്നിവയാണ്. ഇതിൽ ജപ്പാനാണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ അയൽരാജ്യമല്ലാത്തത്. നേപ്പാൾ, മ്യാൻമറും പാകിസ്ഥാൻ എന്നിവയെല്ലാം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജപ്പാൻ. അടുത്തത്, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏത്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി, അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ഏത്? 2020 ഒളിമ്പിക്സ് അരങ്ങേറിയ നഗരം ആൻസർ ഓപ്ഷൻ സി, ടോക്കിയോ. 2020 ഒളിമ്പിക്സ് അരങ്ങേറിയത് ടോക്കിയോയിലാണ്. അടുത്തത്, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏത്? കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആൻസർ ഓപ്ഷൻ എ, ആന. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് ആനയാണ്. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അടുത്തത്, ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ഓപ്ഷൻ ബി, സോജില. സോജില ചുരമാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അടുത്തത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ആൻസർ ഓപ്ഷൻ സി, പയ്യന്നൂർ. പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ എ, 28. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അടുത്തത്, റബ്ബറിൻ്റെ ജന്മദേശം ഏത്? റബ്ബറിൻ്റെ ജന്മദേശം ആൻസർ ഓപ്ഷൻ ബി, ബ്രസീൽ. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം വരുന്നത്. അടുത്തത്, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആര്? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആൻസർ ഓപ്ഷൻ ഡി, ലൂയി 16 ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി. അടുത്തത്, മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ, പെഡോളജി. പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്തത്, ധനബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി, ലോകസഭയിൽ. ലോകസഭയിലാണ് ധനബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത്. മിക്ക ബില്ലുകളും ലോകസഭയിലായിരിക്കും അവതരിപ്പിക്കുന്നത്, ഓർത്ത് വെച്ചാൽ മതി. അടുത്തത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഭാരതീയൻ ആൻസർ ഓപ്ഷൻ ബി, അമർത്യ സെൻ. അമർത്യ സെനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, പുതിയ UN സെക്രട്ടറി ജനറൽ ആരാണ്? പുതിയ UN സെക്രട്ടറി ജനറൽ ആൻസർ ഓപ്ഷൻ സി, അന്റോണിയ ഗുട്രസ്. അന്റോണിയ ഗുട്രസ് ആണ് പുതിയ UN സെക്രട്ടറി ജനറൽ. 2017 ജനുവരി 1 മുതൽ അദ്ദേഹം തന്നെയാണ്. ഇപ്പം നിലവിലും അദ്ദേഹമാണ്, അന്റോണിയോ ഗുട്രസ്. അടുത്തത്, കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ചൈന. ചൈനയുമായാണ് കറുപ്പ് വ്യാപാരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി, 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. അടുത്തത്, ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ ബി, ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ രചനയാണ് ഗീതാഞ്ജലി. അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം എന്ത്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം ആൻസർ ഓപ്ഷൻ എ, CO2. CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം വരുന്നത്. അടുത്തത്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആര്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് ഇപ്പോൾ നിലവിലെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി. മുൻപ് ശ്രീമതി ശൈലജ ടീച്ചറായിരുന്നു. അടുത്തത്, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആൻസർ ഓപ്ഷൻ ഡി, കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്.
അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആൻസർ ഓപ്ഷൻ സി ഗംഗ. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്തത് അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏത്? അന്താരാഷ്ട്ര മണ്ണ് വർഷം. ആൻസർ ഓപ്ഷൻ സി 2015. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് UN അംഗീകരിച്ചത്. അടുത്തത് നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത്? നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. ആൻസർ ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി. അടുത്തത് താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? താഴെ പറയുന്നവരുടെ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ആൻസർ ഓപ്ഷൻ ബി ചന്ദ്രഗുപ്തൻ മൗര്യൻ. ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ സദസ്സിലെ മന്ത്രിയായിരുന്നു ചാണക്യൻ. അടുത്തത് ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏത്? ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം. ആൻസർ ഓപ്ഷൻ എ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശമാണ് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. അടുത്തത് കാൽ വൈശാഖി എന്നത് എന്താണ്? കാൽ വൈശാഖി എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി മഴ. മഴനെയാണ് കാൽ വൈശാഖി എന്ന് പറയുന്നത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ഓപ്ഷൻ എ എവറസ്റ്റ്. എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്. അടുത്തത് ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയികൾ ആരാണ്? ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയികൾ. ആൻസർ ഓപ്ഷൻ ബി പാകിസ്ഥാൻ. പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയികൾ. അടുത്തത് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ആര്? കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ എ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത്. അടുത്തത് നമ്മുടെ ദേശീയഗാനം രചിച്ചത് ആര്? നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത്. അടുത്തത് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ആർക്ക്? ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി മികച്ച പരിശീലകന്. മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അടുത്തത് സ്വതന്ത്രം തന്നെ ജീവിതം, സ്വതന്ത്രം തന്നെ അമൃതം. ഈ വരികൾ ആരുടേതാണ്? സ്വതന്ത്രം തന്നെ ജീവിതം, സ്വതന്ത്രം തന്നെ അമൃതം എന്നത് ആരുടെ വരികളാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി കുമാരനാശാൻ. സ്വതന്ത്രം തന്നെ അമൃതം, സ്വതന്ത്രം തന്നെ ജീവിതം എന്നുള്ള വരികൾ കുമാരനാശാൻ്റെ വരികളാണ്. അടുത്തത് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏത്? സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം. ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി 10 വർഷം. 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത്. അടുത്തത് മലയാള ഭാഷയുടെ പിതാവ് ആര്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അടുത്തത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് വ്യാഴാഴ്ച. ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 വ്യാഴാഴ്ചയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ദിവസവും നമ്മൾ 40 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. LDSനും IGSനും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.